ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു. രാധേ രാധേ ശ്യാം. നമ്മുടെ ചാനലിൽ കുറച്ച് ദിവസം മുന്നേ ഒരു വീഡിയോ ചെയ്യുകയുണ്ടായി. ക്യാൻസർ രോഗിയെ മരണത്തിൽ നിന്നും രക്ഷിച്ച വെണ്ണക്കണ്ണൻ്റെ ചിത്രം. നിരവധി പേരാണ് അത് കണ്ടിട്ടുള്ളത്. ഒരുപാട് കമൻസും വന്നിരുന്നു. ചിലർ ചോദിക്കുകയുണ്ടായി, ആ വെണ്ണക്കണ്ണൻ്റെ ചിത്രം എവിടെയാണ്, ഒന്ന് കാണിച്ചു തരുമോ എന്നൊക്കെ ചോദിച്ചു. ചില നെഗറ്റീവ് കമൻറ്റുകളും ആ വീഡിയോയ്ക്ക് താഴെ വന്നിരുന്നു. ഇതൊന്നും സത്യമല്ല, വെറുതെ പറയുകയാണ്, ആളുകളെ പറ്റിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ചില അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ ഫോട്ടോ വെച്ചതിന് ശേഷം ഞാനും ഈ ഫോട്ടോയെക്കുറിച്ച് അറിയുന്നത് ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ വന്നിട്ടുള്ള വോയിസ് മെസ്സേജ് വായിച്ചത് കേട്ടതിന് ശേഷമാണ്. ഫോർവേഡായിട്ട് വന്നതാണ് ആ ഗ്രൂപ്പിലേക്ക്. ആരോ അയച്ചതാണ്. അവരോട് നന്ദി പറയുകയാണ്. ഈ ഫോട്ടോ കേട്ടതിന് ശേഷം ഈ ഫോട്ടോ ഞാനും നിരവധി ആളുകൾക്ക് കൊടുക്കുകയും ഇതിനെക്കുറിച്ച് പറയുകയും ചെയ്തു. നമ്മൾ ഈ വീഡിയോ ചെയ്തതിന് ശേഷം നിരവധി ആളുകൾ എന്നെ പേഴ്സണലായിട്ട് കോൺടാക്റ്റ് ചെയ്യുകയുണ്ടായി. ആ ഫോട്ടോയെക്കുറിച്ചൊന്ന് പറഞ്ഞു തരുമോ? ഒരുപാട് ആളുകൾ ദുരിതം അനുഭവിക്കുന്നുണ്ട്. അവരൊക്കെ കരകയറണം, അവരൊക്കെ രക്ഷപ്പെടണം. ഒരുപാട് ഭക്തരായ ആളുകൾ ദുരിതക്കടലിൽ മുങ്ങിയിരിക്കുകയാണ്. ഭഗവാന്റെ ഈ ഒരു അനുഭവം കേൾക്കാൻ ഒരുപാട് ആളുകൾക്ക് താല്പര്യമുണ്ടെന്നറിഞ്ഞു. തീർച്ചയായിട്ടും വിശ്വാസത്തോടെ കേൾക്കുക. നിങ്ങളുടെ വിശ്വാസമാണ് നിങ്ങളുടെ മുന്നോട്ട് നയിക്കുക എന്നുള്ളതാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായൊരു കാര്യം. അപ്പോൾ ഞാൻ ആ ഓഡിയോ ഇവിടെ ഷെയർ ചെയ്യുകയാണ്. ആരോ ഭഗവാന്റെ നിയോഗപ്രകാരം എല്ലാ വാട്സപ്പ് ഗ്രൂപ്പുകളിലും, ഗുരുവായൂരപ്പൻ്റെ എല്ലാ വാട്സപ്പ് ഗ്രൂപ്പിലും ഇത് പ്രചരിക്കുന്നുണ്ട് ഈ ഓഡിയോ. അപ്പോൾ അവരുടെ മുന്നിൽ നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ ആ വോയിസ് നമ്മുടെ ഗ്രൂപ്പിൽ, നമ്മുടെ ഈ ഒരു ചാനലിൽ ഇടുകയാണ്. നമ്മുടെ പ്രേക്ഷകർ കൂടി കേൾക്കട്ടെ, അവർക്കും കൂടി അത് ഉപകാരപ്പെടട്ടെ. ആ കുട്ടിയുടെ മുന്നിൽ ഞാൻ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ടാണ് ഇതിടുന്നത്. അവരോട് സമ്മതമൊന്നും ചോദിച്ചിട്ടില്ല, ആരാന്നറിയില്ല. എനിക്ക് എൻ്റെ ഭഗവാനായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം അത് എല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇട്ടതാണ് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഭഗവാനോട് സമ്മതം ചോദിച്ചു, 100 വട്ടം സമ്മതം ചോദിച്ചു. അപ്പോഴൊക്കെ പറയുന്നത് ചെയ്യൂ, അതിനെക്കുറിച്ച് ചെയ്യൂ എന്നാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഓഡിയോ ഞാൻ നമ്മുടെ പ്രേക്ഷകർക്ക് കൂടി നൽകുന്നത്. നമുക്കത് കേട്ട് നോക്കാം കേട്ടോ. എനിക്ക് സുകന്യ മാമിന്റെ ഫോട്ടോ ഇതിൽ DP-യിൽ കണ്ട ഒരു ഓർമ്മയാണ് എനിക്കുള്ളത്. അപ്പൊ ഞാൻ അങ്ങനെ കണ്ടപ്പോ, ഈ ഒരു പടം കണ്ടപ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഞാനത് അത് സേവ് ചെയ്ത് ആ ഫോട്ടോ എന്നിട്ട് അപ്പൊ മുതൽ എന്റെ DP ആക്കി വെച്ചിരുന്ന ഫോട്ടോ ആണിത്. അപ്പോ ഇവിടെ ടെലിഗ്രാമിൽ ഇതായിരുന്നു എന്റെ ഫോട്ടോ. വാട്സപ്പിലും പിന്നെ ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറും. അപ്പോ ഇൻഡിപെൻഡൻസ് ഡേയുടെ ഫ്ലാഗ് ഇടുന്ന വരേക്കും ഈ ഒരു ഫോട്ടോ തന്നെയായിരുന്നു DP. എന്താ അറിയില്ല, ഈ ഒരു പടത്തിനോടൊരു ഭയങ്കര ഒരു അറ്റാച്ച്മെന്റ് തോന്നിയിരുന്നു. ഈ ഒരു പടം ഭയങ്കര ഇഷ്ടമായിരുന്നു. ഗുരുവായൂരപ്പന്റെ ഇഷ്ടംപോലെ പടങ്ങളുണ്ട്, പക്ഷെ ഈ ഒരു പടം ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരു പടമായിരുന്നു എനിക്ക് പെട്ടെന്ന് കണ്ടപ്പോ തന്നെ. അങ്ങനെ ഇരിക്കുമ്പോ ഇന്നലെ വന്നിട്ട് ഒരു ക്ലാസ്സില്, നാരായണീയത്തിന്റെ ഒരു ക്ലാസ്സാണ്. അപ്പൊ അതില് ആ മേഡം ഈ പടം എടുത്ത് കാണിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, ഈ ഒരു പടത്തിന് ഒരു കഥയുണ്ട്, അപ്പൊ ആ കഥ ഞാൻ പറഞ്ഞു തരാം എന്ന് പറഞ്ഞിട്ട് ഈ ഒരു പടത്തിന്റെ കഥ പറഞ്ഞു തന്നു. അപ്പോ ആ കഥ ഞാൻ ഓഡിയോ ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചു. എല്ലാവരും പലരും ചിലപ്പോ കേട്ടിട്ടും ഉണ്ടാവും കേട്ടോ, പലർക്കും അറിയുന്നും ഉണ്ടാവും. ഞാനിത് ആദ്യമായിട്ടാ കേൾക്കണേ. അപ്പൊ ഞാൻ കരുതി ഇവിടെ പോസ്റ്റ് ചെയ്യണം. കാരണം എനിക്ക് ഈ പിക്ചർ കിട്ടിയത് നമ്മളുടെ ഗ്രൂപ്പിൽ നിന്നാണ്. അപ്പൊ എന്റെ ഓർമ്മയില് സുകന്യ മാമിനാണ് താങ്ക്സും. സുകന്യ മാമിന്റെ അടുത്ത് നിന്നാണ് കിട്ടിയെന്നാണ് എന്റെ ഓർമ്മ. അപ്പോ കഥ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരു ഒരു ബ്രാഹ്മണൻ ഒരിക്കൽ ചെന്നൈയിൽ വെച്ചിട്ട് കഥയല്ല, ഉണ്ടായ ഒരു സംഭവമാണ്. അപ്പൊ ചെന്നൈയിൽ വെച്ചിട്ട് അദ്ദേഹം ഒരു അമ്പലത്തില് നാരായണീയം പാരായണവും എന്തോ നടക്കുകയാണ്. അപ്പൊ അദ്ദേഹം അവിടെ പോയി തൊഴിലൊക്കെ കഴിഞ്ഞ് ഈ പാരായണം എല്ലാം കഴിഞ്ഞപ്പോ അദ്ദേഹം നോക്കുമ്പോ ആ ഹോൾ ഇവന്റില് ഒരു 75-80 വയസ്സുള്ള ഒരു അമ്മ ഇങ്ങനെ ഓടി നടന്ന് എല്ലാം ചെയ്യുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും നാരായണീയം നല്ല അസലായി വായിക്കുന്നു. അവിടെ എല്ലാ കാര്യത്തിനും അമ്മ ഇങ്ങനെ ഓടി നടന്നിട്ടാണ്. പൂക്കള് ശരിയാക്കണു, മാല കെട്ടണു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, അങ്ങനെ പലതും ആ അമ്മ അങ്ങനെ ഓടി നല്ല വയസ്സായ അമ്മ ഓടി നടന്ന് എല്ലാം ചെയ്യുന്നു, നല്ല ആക്റ്റീവായിട്ട്. അപ്പോ അദ്ദേഹത്തിന് ഭയങ്കര അത്ഭുതം തോന്നി ഈ അമ്മയെ കണ്ടപ്പോ. അതൊക്കെ
കഴിഞ്ഞ് അവിടെ സദ്യ ഉണ്ടായിരുന്നു. അപ്പൊ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് അദ്ദേഹം അപ്പൊ ഒരു വിചിത്രമായൊരു സംഭവം അദ്ദേഹം കണ്ടു. അപ്പൊ കാണുമ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അമ്മ വന്നിട്ട് പോകുന്നവർക്കൊക്കെ നാരായണീയല്ല ഭഗവാന്റെ ഈ ഒരു ഫോട്ടോ എല്ലാവരുടെയും കയ്യിൽ കൊടുക്കുന്നുണ്ട്. എല്ലാവർക്കും ഈ ഫോട്ടോ കൊടുത്തിട്ടാണ് അവരെ വിടുന്നത്. അപ്പൊ അദ്ദേഹത്തിന് ഒരു കൗതുകം തോന്നി. എന്താപ്പത് ഈ അമ്മ അങ്ങനെ ഈ ഒരു ഫോട്ടോ എടുത്തിട്ട് അത് ഈ ഒരു പടാണ് എല്ലാവർക്കും കൊടുക്കുന്നു. അപ്പൊ എന്താ അത് ഒരു അത്ഭുതം തോന്നി. അങ്ങനെ അന്വേഷിച്ചു. അപ്പൊ അന്വേഷിച്ചപ്പോഴാണ് ഈ അമ്മയുടെ കഥ അറിയണത്. ഈ അമ്മ വന്നിട്ട് ചെന്നൈയിലാണ് ജനിച്ചതും വളർന്നതും ഒക്കെ ചെന്നൈയിലായിരുന്നു. അങ്ങനെ വലുതായി. അപ്പൊ അവർക്ക് കല്യാണം കഴിപ്പിച്ചു. അവരുടെ വീട്ടുകാർ കല്യാണം കഴിപ്പിച്ച് അയച്ചു. അപ്പൊ കല്യാണം കഴിച്ചു പോയത് കൊൽക്കത്തയിലേക്കാണ്. അപ്പൊ കൊൽക്കത്തയിൽ പോയി. പിന്നെ അവിടുത്തെ ലൈഫായി. ഭർത്താവും അമ്മയും പിന്നെ ഒരു മകനുണ്ടായി അവർക്ക്. അങ്ങനെ മകനും ഭർത്താവും ഒക്കെ അവിടെ സന്തോഷമായിട്ട് കഴിയായിരുന്നു. അങ്ങനെ കുറേ വർഷം കഴിഞ്ഞു. അപ്പോ ഒരു ദിവസം അമ്മയ്ക്ക് ഇങ്ങനെ തലയിൽ മുഴ പോലെ വന്നു. അങ്ങനെ മുഴ വന്നിട്ട് ഇവരവിടുത്തെ സ്പെഷ്യലിസ്റ്റിനെയൊക്കെ കാണിച്ചു. അപ്പോ മുഴ കുറച്ച് വലിയ മുഴയാവാൻ തുടങ്ങിയിരുന്നു. അപ്പൊ അത് സ്പെഷ്യലിസ്റ്റ് പലരെയും കാണിച്ചപ്പോ എല്ലാവരും പറഞ്ഞു ഓപ്പറേറ്റ് ചെയ്യാൻ പോലും സാധ്യമല്ല, അത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക് അതായി. അപ്പൊ ഓപ്പറേഷൻ ചെയ്താൽ ഇവര് മരിക്കും. കാരണം ആ മുഴ നിൽക്കുന്ന സ്ഥലം അങ്ങനെയാണ്. ഒരു തരത്തിലും അതിനെ റിമൂവ് ചെയ്യാൻ പറ്റില്ല, സാധ്യമല്ല. അപ്പത്തേക്കൊക്കെ ഈ അമ്മയ്ക്ക് ആകെ വയ്യാതെ അയക്കണോ, ഒന്നിനും പറ്റാണ്ടും ഒക്കെ ആയി. അവരുടെ ഹെൽത്ത് ആകെ വിഷമഘട്ടത്തിലായി തുടങ്ങി. അവർക്ക് ഒന്നിനും സാധിക്കില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്കായി. അപ്പൊ ഡോക്ടേഴ്സ് പറഞ്ഞു ഇനി അധികം ഒന്നും നിങ്ങള് പ്രതീക്ഷിക്കണ്ട. അപ്പൊ ഇവര് പറഞ്ഞു എത്ര വേണമെങ്കിലും നമ്മൾ കാശ് ചെലവാക്കി എവിടെ വേണമെങ്കിലും കൊണ്ടുപോയി ശരിയാക്കാം. പക്ഷെ ഡോക്ടേഴ്സ് പറഞ്ഞു ഒന്നും ഇനി ഇതിൽ ചെയ്യാനില്ല. സെക്കൻഡ് ഒപ്പീനിയൻ, തേർഡ് ഒപ്പീനിയൻ ഒക്കെ എടുത്തു, ഒന്നും ചെയ്യാനില്ല. ഇത് കൂടിപ്പോയാൽ ഇത്ര നാള് അത്രയും അമ്മയ്ക്ക് ആയുസുള്ളൂ. അപ്പൊ അത് കഴിഞ്ഞാൽ ഒന്നുമില്ല ഇനി ചെയ്യാൻ. അപ്പൊ നിങ്ങൾ ദയവ് ചെയ്ത് ഇനി അമ്മയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് വരരുത്. കാരണം എന്തിനാ വെറുതെ അവരെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത്. അപ്പൊ മരുന്നുകളും അധികം ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം ഇത് ഭേദാവില്ല എന്ന് പറഞ്ഞ് അവര് വീട്ടിലേക്ക് പറഞ്ഞയച്ചു. അങ്ങനെ ഇവര് വീട്ടിൽ വന്ന് ഇവര് കംപ്ലീറ്റ്ലി ബെഡ് റിഡൻ ആണ്. ഇവർക്ക് ഒന്നിനും സാധിക്കില്ല. അവരുടെ ഒന്ന് എണീക്കാൻ പോലും ഇവർക്ക് സാധിക്കില്ല. അപ്പൊ മകനും ഭർത്താവും കൂടിയിട്ടാണ് ഇവരെ നോക്കുന്നത്. അപ്പൊ മകനാണെങ്കിൽ നല്ല പഠിത്തമൊക്കെ കഴിഞ്ഞ് ജോലിക്ക് കയറിയിട്ടില്ല. പക്ഷെ മകന് ജോലി കിട്ടും. പക്ഷെ അമ്മ ഇങ്ങനെ കിടക്കുമ്പോ മോനെ ജോലിക്ക് പോവാൻ നിവൃത്തിയില്ല. അപ്പൊ അമ്മയെ നോക്കാൻ ഒരാള് കൂടെ തന്നെ വേണം. അങ്ങനെ മകനാണ് അമ്മയെ നോക്കുന്നതും ഒക്കെ. അങ്ങനെ ഇരിക്കുമ്പോ ഒരു ദിവസം ഈ മകൻ മാർക്കറ്റിൽ പോവാണ്. അപ്പൊ മാർക്കറ്റിൽ പോയി അവിടെ സാധനങ്ങൾ ഇങ്ങനെ വാങ്ങാൻ വേണ്ടി ഇങ്ങനെ നടക്കുമ്പോ പെട്ടെന്ന് ചെരുപ്പിന്റെ വള്ളി പൊട്ടും. ചെരുപ്പിന്റെ വാറ് പൊട്ടി. അപ്പൊ ഒരു ചെരുപ്പ് കുത്തിയെ നോക്കി നടക്കുകയാണ്. അപ്പൊ ഒരു ചെരുപ്പ് കുത്തിയെ കാണും. അപ്പൊ ആളുടെ അടുത്ത് പോയിട്ട് ചെരുപ്പ് നന്നാക്കാൻ വേണ്ടി കൊടുക്കുകയാണ്. അപ്പൊ അദ്ദേഹം നോക്കുമ്പോ ഈ ചെരുപ്പ് കുത്തി അവിടെ ഇരുന്നിട്ട് അയാളുടെ അടുത്ത് ചെരുപ്പ് നന്നാക്കി. അയാൾ ആ ചെരുപ്പ് നന്നാക്കിയിട്ട് ഈ കസ്റ്റമർക്ക് തിരിച്ച് ചെരുപ്പ് കൊടുക്കുമ്പോൾ അതിന്റെ കൂടെ ഒരു ചെറിയൊരു പോക്കറ്റ് സൈസ് ചെറിയൊരു ഫോട്ടോവും കുറച്ച് ചന്ദനവും കൂടി വെച്ചു കൊടുക്കുന്നു എല്ലാവർക്കും, എല്ലാ കസ്റ്റമേഴ്സിനും. അദ്ദേഹം ഇങ്ങനെ ഒരു ഫോട്ടോയും ഒരു കുറച്ചൊരു ചന്ദനവും വെച്ചിങ്ങനെ കൊടുക്കുക. അപ്പൊ ഇദ്ദേഹം ഇങ്ങനെ മിണ്ടാതെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു ഈ മകൻ. അങ്ങനെ ഇയാളുടെ ചെരുപ്പ് നേരെയാക്കി കൊടുത്തു. അപ്പൊ വേഗം മകൻ ഇങ്ങനെ ചോദിച്ചു. മകൻ പൈസ കൊടുത്തിട്ട് അപ്പൊ ഇതേപോലെ തന്നെ ഇദ്ദേഹം ഈ പടം കൊടുത്തു. അങ്ങനെ പടം കൊടുത്തു, ചന്ദനവും കൊടുത്തു. അപ്പൊ മകൻ ചോദിച്ചു ഇത് എന്താ, ഇത് ആരാ അത് എന്ന് ചോദിച്ചു. അപ്പൊ വേഗം അയാള് പറയാണ് ഇത് കേരളത്തിലുള്ള ഗുരുവായൂരപ്പൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭഗവാനാണ്, ഒരു ഈശ്വരനാണ്. അപ്പോ നന്നായി പ്രാർത്ഥിച്ചോളൂ. നല്ല ശക്തിയുള്ള ഭഗവാനാണ്, നിങ്ങള് നിത്യവും പ്രാർത്ഥിച്ചോളൂ
ഇത്ര മാത്രം അയാൾ പറഞ്ഞിട്ട് ഇയാൾ അങ്ങോട്ട് വിടും. മകനും അങ്ങോട്ട് എണീറ്റ് പോരും. ഈ ഫോട്ടോ എടുത്ത് പോക്കറ്റിൽ വെച്ചിട്ട് മകൻ വീട്ടിലേക്ക് പോരും. പിന്നെ വീട്ടിൽ പോകുന്ന സാധനങ്ങളൊക്കെ വെച്ച് കഴിയുമ്പോൾ ഈ ഫോട്ടോ പുറത്തേക്ക് എടുക്കും. അപ്പൊ ഈ ഫോട്ടോ പുറത്തേക്ക് എടുക്കുമ്പോൾ മകൻ വിചാരിക്കും ഇപ്പൊ എന്താ ചെയ്യാ, ഇത് എവിടെയാ വെക്കുക. അപ്പൊ അത് വെക്കാൻ പറ്റിയ ഒരു സ്ഥലമൊന്നും മകന് കണ്ടില്ല. മകൻ എന്ത് ചെയ്തു, നേരെ കൊണ്ടുപോയിട്ട് ഈ ഫോട്ടോ കൊണ്ടുപോയി അമ്മയുടെ തലയണയുടെ അടിയിൽ വെച്ചു. അങ്ങനെ തലയണയുടെ അടിയിൽ വെച്ചിട്ട് മകൻ പോവാണ്. മകന്റെ കാര്യം നോക്കി പോവാണ്. അങ്ങനെ 1-2 ദിവസം കഴിഞ്ഞു, കുറച്ചു ദിവസം കഴിഞ്ഞു. ഓരോ ദിവസം കഴിയും തോറും ഈ അമ്മയ്ക്ക് ഓരോരോ മാറ്റങ്ങൾ വരാൻ തുടങ്ങി. അങ്ങനെ മാറ്റങ്ങൾ വരാൻ തുടങ്ങി ഒരു 2 ആഴ്ചയൊക്കെ ആയപ്പോഴത്തേക്കും അമ്മ എണീറ്റിരുന്നു. അമ്മ തന്നെ ബാത്റൂമിൽ പോകാൻ തുടങ്ങി. അമ്മ ആഹാരം കഴിക്കാൻ തുടങ്ങി. മറ്റേന്ന് പറഞ്ഞാൽ ലിക്വിഡ് ആയിട്ടുള്ള ഫുഡേ പോയിരുന്നുള്ളൂ. അപ്പൊ ഇതിപ്പോ ആഹാരം കഴിക്കാൻ തുടങ്ങി, എണീറ്റിരിക്കാൻ, നടക്കുക, ബാത്റൂമിൽ പോവുക, അത്രയും മാറ്റം വന്നു 2 ആഴ്ചയുടെ ഉള്ളില്. ഇവർക്ക് കാര്യമൊന്നും മനസ്സിലായില്ല, എന്താ കാര്യം എന്ന് ഒരു പിടിയില്ല. അമ്മ പക്ഷെ ഭേദമായി വരുന്നു. അങ്ങനെ ഇവര് 2 ആഴ്ചയായപ്പോ ഇവര് അമ്മയുടെ ഡോക്ടറെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു ഡോക്ടർ ഒന്ന് വരണം, അമ്മയൊന്ന് നോക്കണം, ഡോക്ടർ ഒന്ന് വരണം. അപ്പൊ ഡോക്ടർ പറഞ്ഞു ശരി. പിറ്റേ ദിവസത്തേക്ക് അപ്പോയിന്റ്മെന്റും കൊടുത്തു. അപ്പൊ ഡോക്ടർ ഉള്ളില് തീരുമാനിച്ചിരുന്നു അവരുടെ സമയം ആവാറായി, ചിലപ്പോ വളരെ മോശം അവസ്ഥയിലേക്ക് ആയിട്ടുണ്ടാവും, അവരുടെ സമയം എന്തായാലും പോവാറായി എന്നാണ് ഡോക്ടർ വിശ്വസിച്ചിരുന്നത്. അങ്ങനെ ഡോക്ടർ പിറ്റേ ദിവസം വന്ന് ഇവരെ കണ്ടപ്പോ, ഈ അമ്മയെ കണ്ടപ്പോ ഡോക്ടർ എന്നെ അത്ഭുതപ്പെട്ടു. അപ്പൊ ഡോക്ടർ പറഞ്ഞു ഇതെന്താ ഇത്, എങ്ങനെ ഇത് സംഭവിച്ചേ, നിങ്ങൾ ഏത് ഡോക്ടറെ കാണിച്ചേ, നിങ്ങൾ ആയുർവേദാണോ അതോ ഇനി വേറെ വല്ല ബ്രാഞ്ച് എന്തെങ്കിലും ഒരു മെഡിസിൻ ആണോ നിങ്ങൾ എടുത്തത്, ഇതെങ്ങനെ സംഭവിച്ചേ, നിങ്ങൾ ആരെയാ കാണിച്ചേ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഇവര് പറഞ്ഞു ഞങ്ങൾ ആരെയും കാണിച്ചിട്ടില്ല, ഒന്നും ഉണ്ടായിട്ടില്ല, ഇവിടെ അമ്മ ഇവിടെ തന്നെയായിരുന്നു, ഇവിടെ തന്നെ കിടന്നിരുന്നതും ഒക്കെ, പെട്ടെന്നാണ് ഇങ്ങനെയൊക്കെ എണീക്കാനും എല്ലാത്തിനും തുടങ്ങിയത് അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പൊ ഈ ഡോക്ടർ പറഞ്ഞു ഇത് മെഡിക്കൽ സയൻസിന് ഇത് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല, ഇത് മെഡിക്കൽ സയൻസിൽ ഇത് നടക്കുന്ന ഒരു സംഗതിയേ അല്ല, അത് ഞാൻ എഴുതി തരാം, നിങ്ങൾ ആർക്ക് വേണമെങ്കിലും കാണിച്ചു കൊടുത്തോളൂ, ഇത് നടക്കുന്ന സംഗതിയല്ല, ഇത് ചെയ്യാൻ ഭഗവാന് മാത്രമേ പറ്റൂ എന്ന് ഡോക്ടർ ഇങ്ങനെ വെറുതെ ഒരു വാക്ക് ഇങ്ങനെ പറഞ്ഞു. അപ്പോഴാണ് മകനും ഇത് ഓർമ്മ വന്നത്. മകൻ വേഗം പോയി തലേനയുടെ അടിയിൽ നിന്ന് ഈ ഫോട്ടോ എടുത്തു. അങ്ങനെ എന്നിട്ട് പറഞ്ഞു ഡോക്ടർ ഞാൻ ഈ പടം അമ്മയുടെ തലേണയുടെ ചോട്ടിൽ കൊണ്ടുവന്ന് വെച്ചിരുന്നു, അത് കഴിഞ്ഞിട്ടാവണം ഈ ഒരു മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവുക എന്ന് പറഞ്ഞു. അപ്പൊ ഡോക്ടറും പറഞ്ഞു അത് ശരിയാണ്, കാരണം ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തത് പിന്നെയുള്ള എല്ലാ മിറാക്കിളും ഭഗവാന് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോ ഇത് ഭഗവാന്റെ കളി തന്നെയാണ്, അല്ലാണ്ട് വേറൊന്നുമല്ല എന്നും പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് ഡോക്ടർ മടങ്ങി. പിന്നെയുള്ള ടെസ്റ്റും ഒക്കെ ചെയ്തപ്പോ ഈ മുഴയൊക്കെ വന്ന് അങ്ങോട്ട് ചുങ്ങി, മുഴ കംപ്ലീറ്റ്ലി എന്താ പറയാ തന്നെ അങ്ങോട്ട് പോയി എന്ന് പറയാം. അങ്ങനെ ഈ അമ്മ നല്ല ആരോഗ്യവതിയായി, എല്ലാവരെ പോലെ നല്ല ഹെൽത്തിയായി. അങ്ങനെ ആയപ്പോ ഈ അമ്മ ഭർത്താവിനോട് ഒരു ദിവസം പറയാണ് എനിക്ക് ഗുരുവായൂർ പോണം, എനിക്ക് ഭഗവാനെ കാണണം. അപ്പൊ ഭർത്താവ് പറയാണ് അവർക്ക് ഒരുപാട് പൈസയുണ്ട്, നല്ല റിച്ച് ആയിട്ടുള്ള ഒരു ഫാമിലിയും ഒക്കെയാണ്. അപ്പൊ ഭർത്താവ് പറയാണ് എത്ര കാശ് വേണമെങ്കിലും എടുത്തിട്ട് എന്താ നിനക്ക് ചെയ്യണ്ടേ വെച്ചാ നീ ചെയ്തോളൂ, എന്താ വഴിപാട് ചെയ്യണ്ടേ എന്ന് വെച്ചാ നീ ചെയ്തോളൂ, എത്ര കാശ് വേണിച്ചാലും ചെലവാക്കി നമുക്ക് എന്താ വെച്ചാ ചെയ്യാം. അപ്പൊ വേഗം ഈ അമ്മ പറയാണ് പൈസ കൊടുത്തിട്ട് എന്തും ചെയ്യാൻ പറ്റും, എനിക്ക് അതല്ല വേണ്ടത്, എനിക്ക് പോയിട്ട് ഞാൻ അന്വേഷിക്കും ഭഗവാൻ എന്താണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം, ആ ഇഷ്ടമുള്ളതാണ് ഞാൻ ഭഗവാന് ചെയ്തു കൊടുക്കുക, അല്ലാണ്ട് എനിക്ക് വേറെ വഴിപാടൊന്നുമല്ല, ഞാൻ തന്നെ പോയി ഞാൻ തന്നെ അന്വേഷിച്ച് ഭഗവാൻ എന്താ ഇഷ്ടം എന്നുള്ളത് അറിഞ്ഞ് അതാണ് എനിക്ക് ചെയ്യേണ്ടത് എന്ന് പറയും. അങ്ങനെ ഇവര് നാട്ടിലേക്ക് നമ്മള് ഗുരുവായൂരിലേക്ക് എത്തുകയാണ്. അങ്ങനെ ഗുരുവായൂരെത്തി ഇവര് പ്രാർത്ഥിക്കലും തൊഴിലും ഒക്കെ കഴിഞ്ഞ് ഇവര്
മേൽശാന്തിയുടെ അപ്പോയിൻമെന്റ് എടുക്കുകയാണ്. അങ്ങനെ മേൽശാന്തിയുടെ അപ്പോയിൻമെന്റ് എടുത്ത് മേൽശാന്തിയുടെ അടുത്ത് ഇവര് ചോദിക്കുകയാണ്. അപ്പൊ ഇവരിവിടെ കഥയൊക്കെ പറയും, ഇങ്ങനെയൊക്കെ ഉണ്ടായി, ഇങ്ങനെ ഈ ഫോട്ടോ ഇതൊക്കെ പറയും. അങ്ങനെ മേൽശാന്തിയോട് ചോദിക്കുകയാണ്, എന്താണ് ഭഗവാന് ഇഷ്ടമുള്ള വഴിപാട്, എന്താണ് നമുക്ക് ചെയ്യേണ്ടത്, ഭഗവാൻ ഏറ്റവും ഇഷ്ടം എന്താണ് എന്ന് ചോദിക്കുകയാണ്. അപ്പൊ മേൽശാന്തി അപ്പൊ പറയാണ്, ഭഗവാന് പാൽപായസത്തെക്കാളും എല്ലാത്തിനേക്കാട്ടിലും ഇഷ്ടം ഭഗവാന് നാരായണീയമാണ്. നാരായണീയം കേൾക്കാനും അത് ചൊല്ലുന്നതും കേൾക്കാനും ഒക്കെയാണ് ഭഗവാന് ഇഷ്ടം. ഏറ്റവും ഇഷ്ടം ഭഗവാന് നാരായണീയം തന്നെയാണ് എന്ന് പറയാം. അപ്പൊ അത് കേട്ടിട്ട് അന്ന് മുതൽക്ക് ഈ അമ്മ, ഇവര് ബോൺ ആൻഡ് ബോട്ടപ്പ് ഇൻ ചെന്നൈയാണ്, ഇവര് മലയാളി പോലും അല്ല, തമിഴത്തിയാണ്. അപ്പൊ അവര് നാരായണീയത്തിന്റെ തമിഴ് ബുക്ക് സംഘടിപ്പിക്കുക. അന്ന് മുതൽ ഇവര് നാരായണീയം പഠിക്കാൻ തുടങ്ങി. അങ്ങനെ ഇവർക്ക് ഒരു 2-3 വർഷം എടുത്തു. ഇവർക്ക് നാരായണീയത്തിൽ ഇവര് നല്ല എന്താ പറയാ മാസ്റ്റർ ചെയ്തു. നാരായണീയത്തിന് ഇവര് മാസ്റ്റർ ചെയ്തു. അങ്ങനെ ഇവര് പിന്നെ അങ്ങോട്ടുള്ള ജീവിതം മുഴുവനും ഇവരിങ്ങനെ നാരായണീയം പ്രചരിപ്പിക്കുകയായിരുന്നു. തമിഴ്നാട്ടിലും എല്ലായിടത്തും ഇവര് നാരായണീയം ഇങ്ങനെ സത്സംഗങ്ങള് അത് ഇതൊക്കെ ആയിട്ട് ഇവരിങ്ങനെ പ്രചരിപ്പിച്ച് നടക്കുകയാണ് അവരുടെ ഹോൾ ലൈഫ്. അങ്ങനെ പിന്നെ ഇവര് ആരെ കണ്ടാലും ഇവരുടെ കയ്യിലുള്ള ഈ പടം എടുത്തിട്ട് അതിന്റെ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് ഇവരെല്ലാവർക്കും കൊടുക്കും. ഓരോ കോപ്പീസ് വീതം ഇവരെല്ലാവർക്കും കൊടുക്കുകയാണ്. അങ്ങനെ അവർ കൊടുത്ത് മേ ബി ഒരു 50,000-ഓളം ഇവരുടെ കോപ്പീസ് തന്നെ ഇവർ വിറ്റ് കഴിഞ്ഞിരിക്കുന്നു. ഇന്നലെ ഞാൻ ഈ കഥ കേൾക്കുമ്പോ എനിക്ക് പറഞ്ഞു തന്ന ആ ടീച്ചർ ഈ ഫോട്ടോ 1000 ആ ടീച്ചർ തന്നെ കൊടുത്തു കഴിഞ്ഞിരിക്കണോ പറഞ്ഞു. അപ്പൊ അത്രയും ഒരു എന്താ പറയാ, ഈ ഒരു പടത്തിന് ഇത്രയും വലിയൊരു സ്റ്റോറിയും ഇത്രയും വലിയൊരു ഇതുണ്ടെന്ന് ഞാൻ വിചാരിച്ചിട്ട് പോലും ഇല്ല. അപ്പൊ അങ്ങനെ എന്നിട്ട് ഈ കഥ കമ്മിങ് ബാക്ക് ടു ദ സ്റ്റോറി, ഈ കഥയിൽ എന്നിട്ട് അപ്പൊ ഒരു ബ്രാഹ്മണനാണല്ലോ ഈ കഥ മുഴുവൻ കേൾക്കണേ. അപ്പൊ അദ്ദേഹം വന്നിട്ട് ഒരു കാറ്ററിംഗ് ബിസിനസ് ആയിരുന്നു അദ്ദേഹത്തിന്. അദ്ദേഹം ഈ കഥ കണ്ടിട്ട് അപ്പൊ അന്നൊക്കെ ഈ പടത്തിന്റെ ചെറിയ പോക്കറ്റ് സൈസ് ഫോട്ടോ ആണ് അവിടെ എല്ലായിടത്തും വിതരണം ചെയ്ത് കണ്ടിരിക്കുന്നത്, ഈ അമ്മ വിതരണം ചെയ്ത് കൊടുക്കുന്നത്. ഇദ്ദേഹം എന്ത് ചെയ്തു, ഈ പോക്കറ്റ് സൈസ് ഫോട്ടോ എടുത്തിട്ട് അതിന്റെ വലിയ ഫോട്ടോസ് ഒക്കെ ആക്കി ഇദ്ദേഹം മാസ് ലെവലില് പിന്നെ എല്ലാവർക്കും തമിഴ്നാട്ടിൽ ചെന്നൈയിൽ വന്നിട്ട് എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പൊ പറയുന്നത് ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ തുടങ്ങുകയൊക്കെ ചെയ്തപ്പോ ഇങ്ങേർക്ക് കാറ്ററിംഗ് ബിസിനസ് ആയിരുന്നു. ഇങ്ങേരുടെ ബിസിനസ് നല്ലോണം വളർന്നു. അങ്ങനെ വലിയൊരു ബിസിനസ്സുകാരനായി അദ്ദേഹം. അങ്ങനെ എന്താ പറയാ, നമ്മളുടെ ഗുരുവായൂരപ്പനെ ചെന്നൈയില് തമിഴ്നാട്ടില് പ്രചരിപ്പിച്ച ആൾക്കാര് അല്ലെങ്കിൽ ആ ഒരു വൈഭവം എന്താന്നുള്ളത് എല്ലാവർക്കും കാണിച്ചു കൊടുത്ത ഒരു ആൾക്കാരുടെ കഥയാണ് ഈ ഒരു പടത്തിന്റെ പിന്നില് എന്നും പറയാം. അപ്പോ എങ്ങനെ ഈ പടം കൊൽക്കട്ടയിൽ ഒരു ചെരുപ്പുകുത്തിയുടെ കയ്യിലെത്തിയെന്നൊന്നും ആർക്കും നിശ്ചയമില്ല. പക്ഷെ ഇത്രയും വലിയൊരു കഥയും ഇത്രയും വലിയൊരു സംഭവവും ഈ ഒരു പടത്തിന്റെ പിന്നിലുണ്ടെന്നുള്ളത് ആലോചിച്ച് അങ്ങനെ കേട്ടപ്പോ ഭയങ്കര ഒരു അത്ഭുതവും എന്താ പറയണ്ടേന്ന് അറിയണില്ല. അപ്പൊ സുകന്യ മാം ഒരുപാട് താങ്ക്സ്. എനിക്ക് പറയാതിരിക്കാൻ വയ്യ. ഈ ഒരു പടം എത്രയോ കാലം മുന്നെയാണ് ഞാൻ കണ്ടത്. കുറേ മാസങ്ങളായി തോന്നണു, എനിക്ക് ഓർമ്മയില്ല. അപ്പോ പക്ഷെ ആ ഒരു പടം എടുത്തിട്ട് ഇങ്ങനെ ഞാൻ DP ആക്കി ഇടാനും ഇന്നലെ ഈ കഥ കേൾക്കാനും ഇന്നിപ്പോ ഇത് പോസ്റ്റ് ചെയ്യാനും ഒക്കെ എനിക്ക് പറയാതെ എനിക്കറിയില്ല, എന്താ പറയണ്ടേന്ന് അറിയണില്ല. അപ്പൊ ഈ കഥ കേട്ടപ്പോ ഞാൻ കരുതി എഴുതിനേക്കാളും നല്ലത് വോയിസ് മെസ്സേജ് ഇടാന്ന് തോന്നി. അപ്പൊ എല്ലാവർക്കും കേൾക്കാലോ, അങ്ങനെയും തോന്നി. അങ്ങനെ ഞാനിപ്പോ അത് ഇവിടെ പോസ്റ്റ് ചെയ്യാണ് കേട്ടോ. ഓം നമോ നാരായണായ. ഹരിയോ. ഈ കഥ നിങ്ങൾക്ക് വിശ്വാസമായോ എന്നെനിക്കറിയില്ല, പക്ഷേ എനിക്കത് പൂർണ്ണ വിശ്വാസമാണ്. എൻ്റെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ അത് നൽകിയിട്ടുണ്ട്. എന്തായാലും എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും സപ്പോർട്ടും ഒക്കെയാണ് എൻ്റെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് കരുത്തേകുന്നത്. താങ്ക് യു. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു. രാധേ രാധേശ്യാം. ഈ വോയിസ് ഷെയർ ചെയ്തത് ആരാണെന്ന് അറിയില്ല, ഇത് ആരുടേതാണെന്ന് അറിയില്ല. ആരായാലും ഇത് ഷെയർ ചെയ്ത ആളുകൾക്കൊക്കെ നന്ദി അറിയിക്കുകയാണ്. ഒരുപാട് നന്ദി.
മാത്രമല്ല എനിക്കത് കിട്ടുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ത്രിമധുരം ഗ്രൂപ്പിൽ നിന്നാണ്. അവിടെ നിന്ന് ഞാനിത് കേട്ടതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ ചില ദുർഘടമായ നിമിഷങ്ങളിലൊക്കെ തന്നെ എനിക്ക് കരുത്തേകുകയുണ്ടായി. തീർച്ചയായിട്ടും ആ കഥ കൂടി ഞാനിത് പറയുന്നതാണ്. താങ്ക് യു.